ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. അത്യാവശ്യത്തിന് തുള്ളിച്ചാടലും ഒക്കെ നമ്മൾ കണ്ടു. ഇവിടെ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ നമ്മുടെ ചില സഹോദരിമാർ പറയണത് കേട്ടു. ഏതോ ഒരു സഹോദരി പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. അതിൻ്റെ പ്രതികാരമാണ് വ്യാപകമായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. ഓക്കെ, ഒക്കെ അവരുടെ ഇഷ്ടം. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം കേട്ടോ, ഇനിയിപ്പോൾ 2-3 പേര് ഒന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യല്ലേ എന്ന്, ഉദാഹരണത്തിന്. അപ്പോൾ ഇതിലും വ്യാപിപ്പിക്കും എന്ന അർത്ഥത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരാൾ ചെയ്യണമെന്ന് പറഞ്ഞാലും ചെയ്യണ്ടെന്ന് പറഞ്ഞാലും അതിനെ മറികടക്കുന്നതിലപ്പുറം നമ്മുടെ ഉള്ളിൽ ഒരു ലജ്ജ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു മാനം, നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റി, നമുക്ക് നമ്മുടേതായ ഒരു വിശ്വാസം, നമുക്ക് നമ്മുടേതായ ഒരു ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ, ഒരു ജീവിത പൈതൃകം, അതുപോലെ തറവാടിത്തം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നീണ്ട കാര്യങ്ങളുണ്ട്. ഇതനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അവരെ പോലെ അല്ല ഈ പുറത്തു വന്ന് ഇങ്ങനെ കാണിക്കുന്ന ആളുകൾ എന്ന് ഇവർ വ്യക്തമാക്കി തരികയാണ്. ഏതായാലും അത്തരത്തിൽ ചെയ്യുവാൻ വേണ്ടി ഒരവസരം കാത്തു നിൽക്കുന്നത് പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അതല്ല എങ്കിൽ ഇത്തരത്തിലുള്ള സഹോദരിമാരുടെ ആട്ടം കാണാൻ എന്തൊരു മൊഞ്ചാണ്, എന്തൊരഴകാണ്. അതിനു വേണ്ടി ദാഹിച്ചിരിക്കുന്നവർ അപ്പുറത്ത് കുറേ ആളുകൾ. അങ്ങനെ നിങ്ങളുടെ ഉദ്ദേശങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും വേണ്ടതുപോലെ നടക്കട്ടെ. ആരും എതിര് പറയില്ല മക്കളെ. പക്ഷെ എതിര് പറഞ്ഞാൽ നിങ്ങൾ അതിലപ്പുറം പ്രവർത്തിക്കുന്നവരാണ് എന്ന് കാണിച്ചു തരികയാണ്. അതാണോ വേണ്ടത്? അതല്ല, നമുക്ക് നമ്മുടേതായ ഒരു ജീവിത പൈതൃകമുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്, അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് എന്ന ബോധ്യം ഉണ്ട് എങ്കിൽ അങ്ങനെ പോകാം. അങ്ങനെ പോകുന്ന ജീവിക്കുന്ന ഒട്ടനവധി സഹോദരിമാരുണ്ട്. അവർക്കാണ് എൻ്റെ സല്യൂട്ട്.